പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം. ഉത്തരം ചെന്നൈ. ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഹരിതസസ്യങ്ങൾ. ഇന്ത്യയിൽ എത്ര കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്? ഉത്തരം 58. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗോവിന്ദ്ഗഡ്, റോവ ജില്ല. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ഏത് കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണ് അടുത്തിടെ പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചത്? ഉത്തരം പറമ്പിക്കുളം കടുവ സങ്കേതം. ബയോ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ഉത്തരം USA. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിച്ച ഉദ്യാനം? ഉത്തരം ഗീർ ദേശീയ ഉദ്യാനം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏത്? ഉത്തരം ഉഷ്ണമേഖല മഴക്കാടുകൾ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം UNEP. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഉത്തരം തെന്മല, കൊല്ലം ജില്ലയിൽ. ലോക ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ്? ഉത്തരം കേരളത്തിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഉത്തരം മംഗളാവനം. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ. 1987 ആനമല വന്യജീവി സങ്കേതം ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തു. മലിനീകരണം ഏറ്റവും കുറവുള്ള കേരളത്തിലെ നദി? ഉത്തരം കുന്തിപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ്? ഉത്തരം സൂചിമുഖി. 1981 പ്രൊഫസർ ജോൺ C. ജേക്കബിന്റെ പത്രാധിപ സാരഥ്യത്തിലാണ് മാസിക തുടങ്ങിയത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം മംഗളാവനം പക്ഷി സങ്കേതം. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി? ഉത്തരം ബോൺസായി. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം? ഉത്തരം വേപ്പ്. ഏറ്റവും വേഗം വളരുന്ന സസ്യം? ഉത്തരം മുള. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം? ഉത്തരം ചൂളന്നൂർ. ഇന്ത്യയുടെ ധ്യാനപുര എന്നറിയപ്പെടുന്നത്? ഉത്തരം പഞ്ചാബ്. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഉത്തരം ആന. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1986.
കേരളത്തിൻ്റെ ഔദ്യോഗിക ബലം. ഉത്തരം ചക്ക. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെ? ഉത്തരം മറയൂർ. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2006. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ഉത്തരം 33%. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? ഉത്തരം പൂക്കോട് തടാകം, വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി? ഉത്തരം കാക്ക. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം? ഉത്തരം തേക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഉത്തരം ഇടുക്കി ജില്ല. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല? ഉത്തരം വയനാട്. ലോകത്തിൽ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്? ഉത്തരം നിലമ്പൂരിൽ. പാതിര മണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൽ? ഉത്തരം വേമ്പനാട് കായലിൽ. ഹോർത്തൂസ് മലബാറിക്കസ് യഥാർത്ഥത്തിൽ ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം ലാറ്റിൻ ഭാഷയിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം? ഉത്തരം പാമ്പാടും ചോല. സൈലന്റ് വാലിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെ? ഉത്തരം കേരളത്തിലെ നിത്യഹരിതവനം, ഏക കന്യാവനം, ഏറ്റവും വലിയ മഴക്കാട്. സൈലന്റ് വാലിയിലെ പ്രധാന സംരക്ഷണ മൃഗം? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ഇന്ത്യയിൽ വനം വിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം? ഉത്തരം 14. ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്? ഉത്തരം തെങ്ങ്. കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം? ഉത്തരം അലുമിനിയം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ എത്ര ശതമാനമാണ് വനങ്ങൾ? ഉത്തരം 29.101. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം? ഉത്തരം വരയാട്. നീലഗിരി താർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. താപം, പ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര്? ഉത്തരം അജീവീയ ഘടകങ്ങൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം ഡെറാഡൂൺ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പീച്ചി. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? ഉത്തരം പെരിയാർ. 2018 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയം വഹിച്ച രാജ്യം? ഉത്തരം ഇന്ത്യ. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം? ഉത്തരം നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റ്? ഉത്തരം പഞ്ചാബ് അമൃത്സർ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ.
കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം പെരിയാർ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ദേശീയ ഉദ്യാനം? ഉത്തരം സൈലന്റ് വാലി. ഹോർത്തൂസ് മലബാറിക്കസിൽ എത്ര സസ്യങ്ങളുടെ വിവരണങ്ങളും ചിത്രങ്ങളും അടങ്ങിയിരിക്കുന്നു? ഉത്തരം 742. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം? ഉത്തരം ചെന്തുരുണി. 1984 നിലവിൽ വന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം നീലഗിരി. ഡോഡോ പക്ഷിയുടെ ജന്മദേശം? ഉത്തരം മൗറീഷ്യസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.